ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം. ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ആയുസ്സിനെ ഭൂമിയിൽ ദീർഘിപ്പിച്ച വലിയ കൃപയെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഇന്ന് പ്രഭാതത്തിൽ ധ്യാനപീഠ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 56-ാമത്തെ വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് 56. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണല്ലോ സ്തെഫാനോസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ന്യായാധിപ സംഘം, തൻ്റെ മുമ്പ് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ കല്ലുകളുമായിട്ട് വന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് പോവുകയാണ്. കല്ലേറുകൊണ്ട് ആ മനുഷ്യൻ നിലത്തേക്ക് വീഴുന്നു. നിലത്ത് വീഴുമ്പോൾ മുട്ടുമേ നിൽക്കുന്ന മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് തൻ്റെ കണ്ണുകളെ ഉയർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ആഞ്ഞുപതിക്കുന്ന കല്ലുകളുടെ വേദന അദ്ദേഹത്തിനെ അലട്ടുന്നില്ല. കാരണം അദ്ദേഹം സ്വർഗീയ ദർശനം കാണുകയാണ്. ആ കാണുന്ന കാഴ്ചകൾ അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാണുന്ന കാഴ്ചയിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു വാക്കാണ് ഇന്ന് പ്രഭാതത്തിൽ വായിച്ച് കേൾപ്പിച്ചത്. നാം വായിച്ചത് ഇങ്ങനെയാണ്: ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സ്തെഫാനോസിന് പറയുവാനുള്ളത് മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവവചനത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ 2 പ്രത്യേക പ്രയോഗങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ഒന്ന് ദൈവപുത്രൻ എന്നും മറ്റൊന്ന് മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. ദൈവപുത്രൻ എന്നുള്ളത് ദൈവത്വത്തെയും മനുഷ്യപുത്രൻ എന്നുള്ളത് മനുഷ്യത്വത്തെയും വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന 2 പദപ്രയോഗങ്ങളാണ്. ഇവിടെ ഇദ്ദേഹം പറയുമ്പോൾ കാണുന്ന കാഴ്ചയിൽ പറയുകയാണ്, അതാ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു, അത് ഞാൻ കാണുന്നു. വലത്തുഭാഗത്ത് നിൽക്കുന്ന മനുഷ്യപുത്രനെ കാണുമ്പോൾ അതൊരു മനുഷ്യനാണെന്ന് വളരെ വ്യക്തമായിട്ട് സ്തെഫാനോസിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രവുമല്ല, തൊട്ടുമുകളിലായിട്ട് അദ്ദേഹം പറയുന്നു യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണിത് പറയുന്നതിൻ്റെ ഒരു കാരണം ന്യായമായിട്ട് നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ആ മനുഷ്യപുത്രന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ് ആ മനുഷ്യപുത്രൻ്റെ പ്രത്യേകത? അത് മനസ്സിലാക്കണമെങ്കിൽ നാം എബ്രായ ലേഖനത്തിലേക്കൊന്ന് വരണം. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നു, ലേഖനകർത്താവ് പറയുകയാണ്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഏകയാഗം കഴിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? പാപങ്ങൾക്ക് വേണ്ടി. മനുഷ്യപുത്രനെ ദർശിക്കുമ്പോൾ മനുഷ്യപുത്രൻ ഒരു പ്രത്യേകതയിലൂടെ കടന്നുപോയ വ്യക്തിത്വമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചവനാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ തന്നെ ആ ഏകയാഗത്താൽ എന്നേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അടികളേൽക്കപ്പെടുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ സ്തെഫാനോസ് സ്വർഗീയ ദർശനത്താൽ കാണുന്ന ഈ കാഴ്ചയിൽ മനുഷ്യപുത്രനെ ദർശിക്കുമ്പോൾ മനുഷ്യപുത്രൻ കയ്യിൽ ആണിപ്പഴുതേറ്റവനാണ്, ശരീരം മുറിവുകളേറ്റപ്പെട്ടവനാണ്. ആ മനുഷ്യപുത്രനെ തിരിച്ചറിയുവാൻ സ്തെഫാനോസിന് അധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരികയില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആ നിലയിൽ തകർക്കപ്പെട്ടത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അടികളും ആക്ഷേപങ്ങളും നിന്ദകളും അപമാനങ്ങളും ഏറ്റവനാണ്. ശരീരത്തിൽ നമ്മുടെ കർത്താവ് മുറിവുകൾ ഏറ്റവനാണ്. അവിടുത്തെ അടിപ്പിണരുകളാലാണ് എനിക്കും നിങ്ങൾക്കും സൗഖ്യം തന്നിരിക്കുന്നത്. അവിടുത്തെ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തകർക്കപ്പെട്ട ശരീരമുണ്ടല്ലോ, അതാണ് നമുക്ക് വിടുതലിന് കാരണമായിട്ട് തീർന്നത്. അത് തള്ളിക്കളയുവാൻ കഴിയാത്തത് കൊണ്ട് ലേഖനകർത്താവ് പറയുക, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ഇപ്പോൾ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഇന്ന് നാം ആരാധിക്കുന്ന കർത്താവ് മരണം കൊണ്ട് ഒടുങ്ങിയവനല്ല, മഹത്വത്തിൻ്റെ മകുടം ചൂടിക്കൊണ്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ കർത്താവ് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുള്ളത് കൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ ചെല്ലുവാനായിട്ടുള്ള ആഹ്വാനം നമുക്കുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നമ്മെ രക്ഷിച്ച നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായിട്ട് തീർന്ന ദൈവപുത്രനെ നമുക്ക് കാണാം. സ്തെഫാനോസ് കണ്ട ആ കർത്താവിൻ്റെ മഹത്വം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ദർശിക്കാം. സകല മഹത്വവും അർപ്പിക്കാം. അവിടുത്തെ നമുക്ക് ആരാധിച്ച് പുകഴ്ത്താം. അവിടുത്തെ ധന്യമേറിയ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ഇത്ര സൗഭാഗ്യമീ ജീവിതത്തിൽ ഏഴയാമെനിക്കു നീ ഏകിയതാ. ഇത്ര സൗഭാഗ്യമീ ജീവിതത്തിൽ ഏഴയാമെനിക്കു നീ ഏകിയതാ. വേദനയകന്നിന്നു പാടുന്നു ഞാൻ, വിലക്കെന്നെ വീണ്ടതാം സ്നേഹനാഥ. വേദനയകന്നിന്നു പാടുന്നു ഞാൻ, വിലക്കെന്നെ വീണ്ടതാം സ്നേഹനാഥ. വീഴുന്നു ഞാൻ നാഥ നന്ദിയോടെ, വിശുദ്ധമാം നിൻ തിരുസന്നിധിയിൽ. വല്ലഭനാം നീ വഴി നടത്തി, വിശ്വസ്തനായെന്നും കാത്തതിനാ. വല്ലഭ